ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ്. മലപ്പുറത്ത് വനിതാ പഞ്ചായത്ത് അംഗത്തിന് നേരെ ചെങ്കൽ ക്വാറി മാഫിയയുടെ ആക്രമണം. കൂട്ടിലങ്ങാടി പഞ്ചായത്ത് അംഗം ദിൽഷ ഷഫീഖിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അനധികൃതമായി ചെങ്കൽ കടത്തുന്നത് തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണം. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഒരു പഞ്ചായത്ത് അംഗത്തിന് നേരെയാണ് ഈ മാഫിയയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ സംഭവം? ഇതിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ വിപിൻ? കൂട്ടിലങ്ങാടിയിൽ ഒരു മാസത്തോളമായി ഒരു ചെങ്കൽ കോറി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അനധികൃതം എന്നുള്ളത് ഇവിടുത്തെ ഇപ്പോൾ പഞ്ചായത്ത് തന്നെ പറയുകയാണ്. പഞ്ചായത്ത് അംഗത്തിന്റെ മുന്നിൽ വച്ചുകൊണ്ടാണ് ഇന്ന് ഒരു പ്രതിഷേധം ഇവിടെ നടന്നത്. ഈ ചെങ്കൽ കോറിയിൽ നിന്ന് ഇപ്പോൾ 2-3 ലോഡ് ചെങ്കൽ ഇതിനു മുൻപ് തന്നെ പോയിരുന്നു. അത് പോലീസ് തടുക്കുകയും ചെയ്തതാണ്. ഈ കൂട്ടിലങ്ങാടി 4-ാം വാർഡിലെ അംഗം ഇന്ന് ഇത്തരത്തിൽ ചെങ്കൽ അവിടെ നിന്ന് കടത്താൻ ശ്രമിക്കുമ്പോൾ ഈ ലോറിക്ക് മുൻപിൽ ഇരിക്കുകയും അങ്ങനെ പ്രതിഷേധിക്കുകയായിരുന്നു. നാട്ടുകാരൊക്കെ സംഘടിച്ച് ഈ ചെങ്കൽ കോറിക്കെതിരെ ഒരു പ്രതിഷേധിക്കുകയായിരുന്നു. ഈ സമയത്ത് 2 കാറുകളിലായി എത്തിയ ഈ കോറിയുടെ ആളുകൾ ഇവരെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഈ പരാതി. കൈ പിടിച്ച തിരിച്ചോ ഉൾപ്പെടെയുള്ള ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് അംഗത്തിനെ അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടി അവരെ വലിച്ചിഴച്ചു എന്നൊക്കെയാണ് പരാതിയായി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മലപ്പുറം പോലീസ് ഇതിൽ ഇടപെടുകയും മലപ്പുറം പോലീസ് പരാതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർ ആശുപത്രിയിൽ, ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരിക്കുകയാണ് ദിൽഷ ഷഫീഖ്. ഈ ചെങ്കൽ കോറിക്കെതിരെ അത് അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ ഇന്നിപ്പോൾ അവർ ചെങ്കൽ കൊണ്ടുവരുമ്പോൾ തടഞ്ഞതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. അവിടെ ഒരു വലിയ ബഹളം തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങൾ. റിജിത്ത്. ശരി, വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.